എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 10/28/2023 പേജ് നമ്പർ 15 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് വാസ് ഓപ്ഷൻ എ ഗുർസു, ബി ശിവരാമൻ, സി വൈദ്യനാഥൻ, ഡി ശ്രീറാം. Answer is option B, Shivaraman. Explanation. The Shivaraman Committee 1981 was appointed to review the institution credit system for agriculture and rural development in India. ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രെഡിറ്റ് സിസ്റ്റം അതുപോലെ റൂറൽ ഡെവലപ്മെന്റും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? ദ ശിവരാമൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. അവരെന്താ സജസ്റ്റ് ചെയ്തത്? ഇറ്റ് സജസ്റ്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ റൂറൽ ക്രെഡിറ്റ് ഡെലിവറി സിസ്റ്റം ആൻഡ് ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് നബാർഡ്. ഇവരെന്ത് സജസ്റ്റ് ചെയ്തു? റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടും അത് എന്തിലേക്ക് നയിക്കുകയും ചെയ്തു? ലെഡ് ടു ദ ക്രിയേഷൻ ഓഫ് നബാർഡ്. നബാർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നതിലേക്ക് നയിക്കുകയും ചെയ്തു. നബാർഡിന്റെ ഫുൾ ഫോം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതെന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? എന്നാണ് തുടങ്ങിയത്? ഇൻ 1982. നെക്സ്റ്റ് റോങ് ആൻസേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഗുർസു ഹെഡഡ് അഗ്രികൾച്ചർ പ്രൈസസ് കമ്മീഷൻ ആണ്. ഗുർസു കമ്മിറ്റി എന്താണ് ഹെഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചർ പ്രൈസസ് കമ്മീഷന്. രണ്ടാമത്തെ ഓപ്ഷൻ ഏതായിരുന്നു? വൈദ്യനാഥൻ. വൈദ്യനാഥൻ എന്താണ്? ഹെഡഡ് കമ്മിറ്റി ഓൺ റിവൈവൽ ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഹെഡഡ് കമ്മിറ്റി ഓൺ റിവൈവൽ ഓഫ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ 2004. ശ്രീറാം നോട്ട് റിലേറ്റഡ് ടു ദിസ് കമ്മിറ്റി. Second question, the Standing Committee on Agriculture in 2001 prepared Integration of ST and LT Credit Structure, Model Bylaw, Model Act, Multi-State Cooperative Societies Bill. Answer D, Multi-State Cooperative Society Bill. അതിൻ്റെ എക്സ്പ്ലനേഷൻ. In 2001, the Standing Committee on Agriculture drafted the Multi-State Cooperative Society Bill, which later became the Multi-State Cooperative Societies Act 2002. 2001 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ എന്ത് ചെയ്തു? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബില്ല് ഇറക്കി. അതുവഴി ലാസ്റ്റ് എന്താണ് ഉണ്ടായത്? വിച്ച് ലേറ്റർ ബിക്കം ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതുവഴി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. അതർ ഓപ്ഷൻസ് ഏതൊക്കെയാ? ഇന്റഗ്രേഷൻ ഓഫ് എസ് ടി ആൻഡ് എൽ ടി സ്ട്രക്ചർ. ഇന്റഗ്രേഷൻ ഓഫ് എസ് ടി ആൻഡ് എൽ ടി സ്ട്രക്ചർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് കപൂർ കമ്മിറ്റിയാണ്. കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അല്ല. നെക്സ്റ്റ് ഓപ്ഷന് മോഡൽ ബൈലോ. മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് രജിസ്ട്രാർ ആണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ അഗ്രികൾച്ചർ അല്ല. മോഡൽ ആക്ട് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? 1990s 2001 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മോഡൽ ആക്ട് 1990s തന്നെ വന്നിട്ടുണ്ട്. അടുത്തത്, വാസ് ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904? ഓപ്ഷൻ എ ഗ്രാൻഡ് റോഡ് സൊസൈറ്റി, ബി അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കർണാടക, സി മദ്രാസ് കോഓപ്പറേറ്റീവ് യൂണിയൻ, D, none of this. Answer is B, Agricultural Credit Cooperative Society in Karnataka. Explanation. The first cooperative society in India was registered in 1904 at Cuttack, Karnataka under the Cooperative Credit Societies Act 1904. അതേതാണ്? അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കർണാടകയാണ് നമ്മൾ ഓപ്ഷനിൽ തന്നെ പറഞ്ഞു. മറ്റ് ഓപ്ഷനുകൾ എന്തുകൊണ്ടല്ല? ഗ്രാൻഡ് റോഡ് സൊസൈറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്തത് കൊണ്ടും അതുപോലെ മദ്രാസ് കോഓപ്പറേറ്റീവ് യൂണിയന് സ്റ്റാർട്ട് ചെയ്തത് തന്നെ 1914 ശേഷം ആയതുകൊണ്ടും എന്തല്ല? ഓപ്ഷൻസ് കറക്റ്റ് അല്ല. നെക്സ്റ്റ്, ദ കസ്റ്റോഡിയൻ ഓഫ് ദ മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ സൊസൈറ്റി ഈസ്. ആരാണ് മിനിറ്റ്സ് ബുക്കിന്റെ കസ്റ്റോഡിയൻ എന്നാണ് ക്വസ്റ്റ്യന്. പ്രസിഡന്റ്, ബോർഡ്, സെക്രട്ടറി, രജിസ്ട്രാർ. അതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? സെക്രട്ടറി ആണ്. Explanation. The secretary of the cooperative society keeps the minutes book record of meetings safely. It is his or her duty to maintain all society records. സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ് എന്ത്? മിനിറ്റ്സ് ബുക്കും അതുപോലെ മീറ്റിംഗ് റെക്കോർഡൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി സെക്രട്ടറി. അതർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് പ്രസിഡന്റ്, അത് പ്രിസൈഡ്സ് ഓവർ ദ മീറ്റിംഗിൽ തുടർന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്
ബോർഡ് കളക്റ്റീവ് ബോഡി അല്ലെങ്കിൽ നോട്ട് കസ്റ്റോഡിയൻ, അതൊരു കളക്റ്റീവ് ബോഡിയാണ്, കസ്റ്റോഡിയൻ അല്ല. അടുത്തത് രജിസ്ട്രാർഡ്. ഓവർസീസ് ദ സൊസൈറ്റി നോട്ട് റെക്കോർഡ്സ്, സൊസൈറ്റിയാണ് ഓവർസീസ് ചെയ്യേണ്ടത്, റെക്കോർഡ്സ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് വാസ് ഓർഗനൈസ്ഡ് അറ്റ് ഡാഷ് ഇൻ 1915. ഫസ്റ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റി 1915 ഓർഗനൈസ് ചെയ്തത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഒന്ന് അലഹാബാദ്, രണ്ടാമത്തെ ഓപ്ഷൻ ഏതാ? കൊൽക്കത്ത, ഹുബ്ലി, ചെന്നൈ. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ സി, ഹുബ്ലി. എന്തുകൊണ്ടാണ് ആൻസർ ഹുബ്ലി വന്നത്? ദ ഹുബ്ലി അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1915 വാസ് ദ ഇന്ത്യൻ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി. ഇന്ത്യയിലെ ഫസ്റ്റ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏതാണ്? ഹുബ്ലി അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. ഏത് വർഷത്തിലാണ്? 1915. എന്തുകൊണ്ട് മറ്റ് ഓപ്ഷൻസുകളല്ല? അലഹാബാദ്, കൽക്കത്ത, ചെന്നൈ നോട്ട് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് മൂന്നും ഫസ്റ്റ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് എന്തില്ല? ബന്ധപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് വൺ, നാഷണൽ കോഓപ്പറേറ്റീവ് വീക്ക് ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഫ്രം 14th to 20th ഓഫ്. ഓപ്ഷൻസ് ഏതൊക്കെയാ? ജനുവരി, നവംബർ, ജൂലൈ, ഒക്ടോബർ. ഏത് മാസമാണ് നമ്മൾ കോഓപ്പറേറ്റീവ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? നവംബർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, നവംബർ. എന്തുകൊണ്ടാണ്? എവറി ഇയർ നാഷണൽ കോഓപ്പറേറ്റീവ് വീക്ക് ഈസ് സെലിബ്രേറ്റഡ് ഫ്രം നവംബർ 14th to 20 ടു സ്പ്രെഡ് അവയർനെസ് അബൌട്ട് ദ കോഓപ്പറേറ്റീവ് മൂവ്മെന്റ്. കോഓപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷം നവംബർ 14th to 20 വരെ, നവംബർ 20 വരെ എന്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു? നാഷണൽ കോഓപ്പറേറ്റീവ് വീക്കായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. Next one, the Kerala State Cooperative Union is established as per section dash of KCS Act. Options ഏതൊക്കെയാ? A 88, B 89, C 90, D 91. Answer is option B 89. Section 89 of the Kerala State Cooperative Societies Act 1969 provide for the establishment of the Kerala State Cooperative Union which promotes education, training in cooperation. കോഓപ്പറേഷൻ്റെ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്ത് പ്രകാരം? സെക്ഷൻ 89 പ്രകാരം. അതർ ഓപ്ഷൻസ് ഏതൊക്കെയാ? സെക്ഷൻ 88ഉം 90, 91. 88 എന്തുമായി ബന്ധപ്പെട്ടതാ? ഇറ്റ് ഡീൽസ് വിത്ത് ഡിഫറെന്റ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ സൊസൈറ്റി നോട്ട് ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുമായി ബന്ധപ്പെട്ടതല്ല, പല സൊസൈറ്റികളുടെയും പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ടതാണ്. സെക്ഷൻ 90 എന്താ പറയുന്നത്? റെഫർ ടു ഫങ്ഷൻസ് ഓർ ഡ്യൂട്ടീസ് ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ നോട്ട് ഇറ്റ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല പറയുന്നത്, സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ല സെക്ഷൻ 90 പറയുന്നത്, അതിന്റെ ഫങ്ഷൻസും ഡ്യൂട്ടീസുമാണ്. നെക്സ്റ്റ് ഏതാ? 91. സെക്ഷൻ 91 യൂഷ്വലി പെർട്ടൈൻസ് ടു ഫിനാൻഷ്യൽ പവർ ഓർ ഓഡിറ്റ് പ്രൊവിഷൻസ് ഇൻ ദിസ് ആക്ട്. ഈ ആക്ടിൽ എന്താ പറയുന്നത്? ഫിനാൻഷ്യൽ പവറും അതുപോലെ ഓഡിറ്റ് പ്രൊവിഷൻസും ആണ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? സെക്ഷൻ 89. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് യൂണിയൻ ഏതാണ്? സെക്ഷൻ 89. നെക്സ്റ്റ്, ഷാൾ ഹാവ് ദ റൈറ്റ് ടു അറ്റൻഡ് ദ കമ്മിറ്റി ഓർ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എനി സൊസൈറ്റി. ഏതൊരു സൊസൈറ്റിയുടെയും കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ജനറൽ ബോഡി മീറ്റിംഗിലോ അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കാണുള്ളത്? ഓപ്ഷൻ എ, ദ രജിസ്ട്രാർ, ബി എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ദ രജിസ്ട്രാർ, സി എനി പേഴ്സൺ ഡെപ്യൂട്ടഡ് ബൈ ദ ഓഡിറ്റ് ഡയറക്ടർ, D the registrar or any other person deputed by him. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, the registrar or any other person deputed by him. As per law, the registrar or his authorized representative can attend any meeting of a cooperative society to ensure legal compliance. ലോ പ്രകാരം എന്താണ്? രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റെപ്രസെന്റേറ്റീവിനോ ഏതൊരു കമ്പനീന്റെയും മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. Next, the shares of a society shall not be hypothecated to dash by the members as security for a loan. ലോൺ സെക്യൂരിറ്റി ആയിട്ട് മെമ്പേഴ്സിന് ഏതൊക്കെ സൊസൈറ്റിയുടെ ഷെയർസ് ഹൈപ്പോത്തിക്കേഷൻ ആയിട്ട് വെക്കാൻ പറ്റില്ല എന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് ഓപ്ഷൻസ്? എ എനി അതർ സൊസൈറ്റി, ബി ദാറ്റ് സൊസൈറ്റി, സി ദ ഫിനാൻസിംഗ് ബാങ്ക്, ഡി ദാറ്റ് സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി.
ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ദാറ്റ് സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി. മെമ്പേഴ്സ് കനോട്ട് പ്ലെഡ്ജ് ദെയർ സൊസൈറ്റി ഷെയർസ് ആസ് സെക്യൂരിറ്റി ഫോർ ലോൺസ് ഫ്രം ദ സെയിം സൊസൈറ്റി ഓർ അനദർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അവരുടെ സെയിം സൊസൈറ്റീൻ്റെ ആവട്ടെ മറ്റു കോഓപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെ ആവട്ടെ ഏതൊരു സൊസൈറ്റീൻ്റെയും ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റില്ല? സെക്യൂരിറ്റി ആയിട്ട് വെക്കാൻ പറ്റില്ല. ലോണിന് സെക്യൂരിറ്റി ആയിട്ട് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഏതൊരു സൊസൈറ്റിയുടെ ഷെയറും ലോണിന് സെക്യൂരിറ്റി ആയിട്ട് പ്ലെഡ്ജ് ചെയ്യാൻ പറ്റില്ല. സോ ദ ആൻസർ ഈസ് ദാറ്റ് സൊസൈറ്റി ഓർ എനി അതർ സൊസൈറ്റി. ഓപ്ഷൻ ഡി. Last question. The committee in office shall co-opt 2 persons having experience in banking, management or specialization in any related field such as. ഒരു കമ്മിറ്റിക്ക് എന്ത് ചെയ്യാം? 2 വ്യക്തികളെ കോഓപ്റ്റ് ചെയ്യാം. അവർക്ക് എന്തുണ്ടായിരിക്കണം? ബാങ്കിങ്ങിലോ മാനേജ്മെന്റിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. ചില ഫീൽഡുകളിൽ സ്പെഷ്യലൈസേഷൻ ഉണ്ടായിരിക്കണം. ആ ഫീൽഡ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻസ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എ അക്കൗണ്ട്സ്, ബി ഫിനാൻസ്, സി ലോ, ഡി കോഓപ്പറേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫിനാൻസ്. According to the Act, co-opted member must have experienced in banking, management, finance or related field. ആക്ടിന്റെ പ്രകാരം എന്താണ്? co-opted മെമ്പേഴ്സിന് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം? ബാങ്കിങ്ങിന്റെയും മാനേജ്മെന്റിന്റെയും അതുപോലെ ഫിനാൻസിന്റെയും റിലേറ്റഡ് ഫീൽഡിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫിനാൻസ്. അതർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് അക്കൗണ്ട്സ്, സെക്കൻഡ് ലോ, തേർഡ് കോഓപ്പറേഷൻ. അക്കൗണ്ട്സ് എന്താണ്? സബ്സെറ്റ് ഓഫ് ഫിനാൻസ് ആണ്. എന്ന് വെച്ചാൽ ഫിനാൻസിൽ തന്നെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് എന്ത്? അക്കൗണ്ട്സ്. ലോ എന്ന് പറയാൻ നോട്ട് സ്പെസിഫിക്കലി മെൻഷൻഡ്. അങ്ങനെ ഒരു കാര്യം ലോയില് നമ്മളെ ഇതിന്റെ നിയമത്തിൽ ആക്റ്റിൽ പറഞ്ഞിട്ടില്ല. കോഓപ്പറേഷൻ എന്താണ്? ഒരു ജനറൽ ഏരിയ ആണ്, നോട്ട് ടെക്നിക്കലി സ്പെഷ്യലൈസേഷൻ. ഇതൊരു ടെക്നിക്കൽ സ്പെഷ്യലൈസേഷൻ അല്ല. കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ജനറൽ ഏരിയ ആണ്. അതുകൊണ്ട് ആൻസർ എന്താണ്? ഫിനാൻസ് ആണ്. ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ 10 ക്വസ്റ്റ്യൻസ് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് ഓപ്ഷൻസ് എന്തെല്ലാമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് 4 ഓപ്ഷനെ പറ്റിയും പഠിക്കാൻ പറ്റും. അതുകൊണ്ട് നന്നായി കാണുക, എല്ലാ ഓപ്ഷനും മനസ്സിലാക്കുക, അതിൻ്റെ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ. കീപ് വാച്ചിങ്.